ദുരന്തഭൂമിയായി കൊളംബിയ. മരണസംഖ്യ 250 അടുക്കുന്നു. 2700 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരും. ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലെ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമോ? ഹോർമുസ് വെല്ലുവിളി മറികടക്കാൻ തന്ത്രപരമായ നീക്കത്തിന് റഷ്യ. പാകിസ്ഥാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും പദ്ധതിയിടുന്ന റെയിൽ പാതയ്ക്ക് വെല്ലുവിളികളേറെ. റഷ്യൻ എണ്ണ കരമാർഗമെത്തിയാൽ വില ഇനിയും കുറഞ്ഞേക്കും. ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ ആരോപണം. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരും. വിവാദം നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് വിമാനം മാറിക്കയറിയ സംഭവം വിവാദത്തിൽ. ചെങ്കടലിൽ വീണ്ടും കപ്പൽ തകർത്ത് ഹൂതികൾ. 4 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ തീരത്ത് പനാമ കപ്പലിന് നേരെയും ആക്രമണം. ഇന്ന് കർക്കിടക വാവ്. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണം. വാവുബലി അർപ്പിക്കാൻ ഭക്തജനത്തിരക്ക്. FCRA ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വരില്ല. ബില്ല് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളയെ കേരളമാക്കുന്ന പേരുമാറ്റ ബിൽ രാജ്യസഭയിൽ ഇന്ന്. വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. സഭകൾ ഇന്നും പ്രക്ഷുബ്ധമാകും. കേരളത്തിന് ഉചിതമായ സമയത്ത് എയിംസ് ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. നിലപാട് അറിയിച്ചത് കേരള MP മാരെ. ദീർഘകാല ആവശ്യം അടിയന്തരമായി അംഗീകരിക്കണമെന്ന് MP മാർ. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് തിരുവനന്തപുരം കളക്ടർ. 300 മണിക്കൂർ വിവിധ സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തി. ഷിജിന്റെയും ജോണിന്റെയും കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാര തുക നൽകും. തെരച്ചിൽ സംബന്ധിച്ച തുടർ തീരുമാനം ഉടൻ. ജില്ലാ ഭരണകൂടം സമയോചിതമായി ഇടപെട്ടെന്നും അനുകുമാരി IAS. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. നിയന്ത്രണം പ്ലാന്റുകളിലെ വാൽവുകളുടെ അറ്റകുറ്റപ്പണി കാരണം. പേരൂർക്കട ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം പുനഃസ്ഥാപിക്കുക മറ്റന്നാൾ ഉച്ചയ്ക്ക്. പാർലമെന്റ് മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് പ്രമേയം. സീറ്റുകളുടെ എണ്ണം മാറ്റാനാകില്ലെന്ന് നിലപാട്. പ്രമേയം അവതരിപ്പിക്കുക മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. 2029 പൊതു തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം വേണമെന്നും പ്രമേയത്തിൽ ആവശ്യം. ധനമന്ത്രിയുടെ തമിഴ് ഭാഷാ പരാമർശം വിവാദമാക്കി BJP. ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറത്തിയത് പൈലറ്റ് കഞ്ചാവ് ലഹരിയിൽ. ഗുരുതര വീഴ്ചയ്ക്ക് തെളിവ്. കഞ്ചാവ് ഉപയോഗിച്ചെന്ന് 2ാം പരിശോധനാ ഫലവും. വിമാനം ആകാശമധ്യേ പൊടുന്നനെ താഴ്ന്നത് 300 അടി. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫുക്കറ്റ് ഡൽഹി വിമാനം. സംഭവം ഓഗസ്റ്റ് 4.